പ്രിയ കൂട്ടുകാരെ, നമ്മൾ വായന തുടരുകയാണ്. സൗഖ്യമാക്കപ്പെട്ട ദാവീദിൻ്റെ ഭവനത്തിൽ വെച്ച് ഓടിക്കൂടിയ ആളുകളെ സൗഖ്യപ്പെടുത്തുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി രോഗസൗഖ്യം നൽകുകയും ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈശോ ഇങ്ങനെ ഒരു കഥ പറയുന്നത്. പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ്റെ കഥ പറയുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തുടർന്ന് വായന കേൾക്കാം. അപ്പോൾ മരിച്ചയാളിൻ്റെ ഭാര്യ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം നന്മയുടെ ഒരു ജീവിതം നയിച്ചു. ദൈവത്തെയും സ്വന്തം കുടുംബത്തെയും സഹചര്യയും സ്നേഹിച്ചു. തൻ്റേതല്ലാത്തതൊന്നും ഒരിക്കലും കൈക്കലാക്കിയിട്ടില്ല. ഒരിക്കലും ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. മാത്രമല്ല, എപ്പോഴും പങ്കുവയ്ക്കാൻ സന്നദ്ധനായിരുന്നു അദ്ദേഹം. തൻ്റെ ജീവിതമാർഗം നിരസിക്കപ്പെട്ട അവസരത്തിൽ പോലും അത് ചെയ്തവരെ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവ് നിസ്സാര വേതനത്തിനായി നിങ്ങളുടെ തോണികളിൽ വേല ചെയ്യേണ്ടി വന്ന അവസരത്തിലും ആ ജോലി ആസ്വദിച്ചാണ് ചെയ്തത്. ഏറ്റവും നന്നായി തന്നെ അദ്ദേഹം എല്ലാം ചെയ്തു. ആരെയും കുറ്റപ്പെടുത്തിയുമില്ല. ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടിയപ്പോഴും തണുപ്പിൽ വിഷമിപ്പിച്ചപ്പോഴും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ വന്നപ്പോഴും അവൻ്റെ സന്തോഷം നിലച്ചില്ല. എന്താണിങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്തെന്നാൽ അവൻ ദൈവത്തെ സ്നേഹിച്ചു. ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതുതന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജീവിതത്തിലെ ഓരോ പ്രയാസവും ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള അവസരമായിട്ട് കണക്കാക്കി. തൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചതോ അതൊക്കെയും ദൈവം അറിഞ്ഞിട്ടാണെന്ന് കണ്ടു. ദൈവേഷ്ടം അങ്ങനെയെങ്കിൽ പിന്നെ അതേക്കുറിച്ച് എന്തിനു വിഷമിക്കണം? ദൈവം തൻ്റെ പാപങ്ങൾ പൊറുക്കുന്നത് ദർശിച്ചതിനാൽ അദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവർ പൊറുക്കാതിരിക്കുന്നത്? ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ ഞങ്ങൾ മുറിവിൽ കൂട്ടുകയോ വിലപിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ദൈവം ആഗ്രഹിച്ചതിന് പ്രകാരമാണ് അദ്ദേഹം ജീവിച്ചതെന്നും സ്വർഗത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുമെന്നും ഞങ്ങൾക്കറിയാം. കേൾക്കാർ നിശബ്ദരായി. അപ്പോൾ ഒരു മീൻകാരൻ ഇങ്ങനെ പറഞ്ഞു, അതെ, അവൻ അങ്ങനെ തന്നെയായിരുന്നു. ഒരു നല്ല മനുഷ്യൻ. അവനോടൊപ്പം ആയിരിക്കുക എന്നാൽ സന്തോഷമായിരുന്നു. തീർച്ചയായും അവൻ സ്വർഗത്തിൽ പോകും. അവിടെ ഉണ്ടായിരുന്ന പലരും അതിനോട് യോജിച്ചു. അവൻ്റെ ഭാര്യ പറഞ്ഞതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അവർ അതൊക്കെ മറന്നു. ജീവിതം പഴയപടി തന്നെ തുടർന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരായും പാവങ്ങളെ ചൂഷണം ചെയ്തും ജീവിച്ചു. പാവങ്ങളാകട്ടെ ജീവിതം എന്നാൽ ഇങ്ങനെയൊക്കെയാണെന്ന് കരുതുകയും ചെയ്തു. ഞാൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പലരും കരയുകയായിരുന്നു. എന്നാൽ മിക്കവരും മൗനികളായി. അപ്പോൾ പണക്കാരനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. എല്ലാ സമ്പന്നരും പാവങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല. എന്തൊക്കെയായാലും ഞങ്ങളിൽ ഇല്ലെങ്കിൽ അവർക്ക് പണിയില്ലല്ലോ. എൻ്റെ സ്നേഹിത, പണക്കാരനായിരിക്കുക എന്നത് പാപമല്ല. നിങ്ങൾ സമ്പാദനത്തിന് വേണ്ടിയോ ഉള്ള സമ്പത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ ദുരുപയോഗിക്കുന്നതും അവരുടേത് കൈക്കലാക്കുന്നതുമാണ് പാപം. നീ പറഞ്ഞത് ശരിയാണ്. എല്ലാ സമ്പന്നരും പാവങ്ങളെ മുതലെടുക്കാറില്ല. എന്നാൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ന്യായമായ വേതനം നൽകാതെയും കഠിനവും ദീർഘവുമായി ജോലി ചെയ്യിപ്പിച്ചും അവരുടെ കുടുംബത്തിനു മേലുള്ള മറ്റു ബാധ്യതകൾ കണക്കിലെടുക്കാതെ അവർ നിങ്ങൾക്കായി എല്ലാം നൽകണമെന്ന് പ്രതീക്ഷിച്ചും നിങ്ങൾക്ക് പാദസേവ ചെയ്യണമെന്ന് ആഗ്രഹിച്ചും തങ്ങളെക്കാൾ കുറഞ്ഞവരാണ് അവരെന്ന വിചാരത്തിൽ അവരോട് തീരെ ബഹുമാനമില്ലാതെ പെരുമാറിയും പലരും അത് ചെയ്യുന്നുണ്ട്. സമ്പന്നനായിട്ടുള്ളവൻ ഓർമ്മിക്കേണ്ടത് ഇതാണ്. എന്തെന്നാൽ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് സമ്പത്തുള്ളത്. പണക്കാരന് പാവപ്പെട്ടവനേക്കാൾ യാതൊരു അവകാശവും കൂടുതലില്ല. മറിച്ച് ചിന്തിക്കുന്നതും ശരിയല്ല. പാവപ്പെട്ടവന് ദാരിദ്ര്യത്തിന്മേൽ യാതൊരു അവകാശവുമില്ല എന്ന പോലെ സമ്പന്നന് സമൃദ്ധിയുടെ മേൽ യാതൊരുവിധ അവകാശവുമില്ല. മാത്രമല്ല, സമൂഹത്തിലെ സമ്പന്നർ തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറാവാത്ത പക്ഷം യഥാർത്ഥത്തിൽ തങ്ങളാണ് ദരിദ്രരെന്ന് ഒരു നാൾ അവർ കണ്ടെത്തും. ഞാൻ വിശദമാക്കി. ആ മനുഷ്യൻ്റെ മുഖം ഇപ്പോൾ ചെമന്നുപോയി. കാരണം ഞാൻ പറഞ്ഞ ചില വാക്കുകൾ അവൻ്റെ ഭവനത്തിന് ചേരുന്നതായിരുന്നു. അപ്പോൾ വേറൊരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പങ്കുവെക്കുകയും മറ്റുള്ളവരെ ഒപ്പത്തിനൊപ്പം കണക്കാക്കുകയും ചെയ്താൽ അത് ദൈവേഷ്ടപ്രകാരമുള്ള ജീവിതമായി എന്നാണോ നീ പറയുന്നത്? ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുക എന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പങ്കുവയ്ക്കുക, പിന്നെ നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നീ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. കാരണം ഇത് ദൈവസ്നേഹത്തോടൊപ്പം വരുന്നതാണ്. ഞാൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചോദ്യം എന്നെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് എനിക്കറിയാം. ഗുരു, ആ ചെറിയ മുക്കുവൻ ദേഷ്യം പിടിക്കാതിരിക്കുവാൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനാണെങ്കിൽ കോപിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറുപ്പക്കാരൻ കാപട്യമില്ലാതെ വിളിച്ചു പറഞ്ഞു. നിന്റെ ബലഹീനതകൾ നീ അറിയുന്നുണ്ട്. അത് നല്ലതാണ്. ഞാൻ പറഞ്ഞു. പക്ഷേ നോക്കൂ, ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ അവിടെ കോപമില്ല, വെറുപ്പില്ല, അസൂയയില്ല, ക്ഷമയും സ്നേഹവും മാത്രം. അയാൾ എന്നെ കടാക്ഷിച്ചു. സമ്മതഭാവത്തിൽ തലയാട്ടി. ഞാൻ പീഠത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി. അനുയായികളോടൊപ്പം ആളുകളുടെ ഇടയിലൂടെ നടക്കുകയും അവരെ തൊടുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. എന്നെ സ്പർശിക്കുവാനായി കൈകൾ എല്ലായിടത്തു നിന്നും നീണ്ടുവന്നു. എൻ്റെ അടുത്തെത്താൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഞാൻ വിളിച്ചു പറഞ്ഞു, രോഗമുള്ളവർ സുഖപ്പെടട്ടെ, പാപമോചനത്തിന് ആശിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, സ്നേഹത്തിനായി കഴിയുന്നവർ സ്നേഹിക്കപ്പെടട്ടെ. എനിക്ക് സുഖമായി, എനിക്ക് കാണാം, എനിക്ക് കാണാം. നോക്കൂ, എനിക്ക് നടക്കാം, ഞാൻ നടക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കേൾക്കാം. അവൻ എന്നെ സുഖപ്പെടുത്തി. ചുറ്റുപാടുമുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. കർത്താവെ, പത്രോസ് ഉച്ചത്തിൽ വിളിച്ചു. അങ്ങ് അവരെ തൊട്ടതുപോലുമില്ല, എന്നാൽ അവർ സുഖം പ്രാപിച്ചു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ അവിടം വിട്ടു പോരുകയായിരുന്നു. നൃത്തം ചെയ്തും ആനന്ദഗീതം ആലപിച്ചും തങ്ങളുടെ സൗഖ്യം ആഘോഷിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആ മേച്ചിൽപ്പുറത്ത് വലിയ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയാണെന്ന് തോന്നും.
കർത്താവെ, മേച്ചിൽ സ്ഥലത്ത് വെച്ച് എന്നോട് സംസാരിച്ച ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞാനെങ്ങനെ അനുഗമ കിട്ടിയോ? തീർച്ചയായും എൻ്റെ സുഹൃത്തെ, തീർച്ചയായും. എന്താണ് നിന്റെ പേര്? സക്കറിയ. അവൻ മറുപടി പറഞ്ഞു. സ്വാഗതം സക്കറിയ. അവനെ തോളോട് ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, നിനക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പ്രാർത്ഥനയിലായിരിക്കാം.